എല്ലാവർക്കും ഒരു ഈവനിങ് വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ട് കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ കുറേ മലകളും കുന്നുകളും കുറേ പച്ചപ്പൊക്കെ ആയിട്ട് നമ്മുടെ നാട് പോലെ തന്നെ തോന്നിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ദൂരെ വന്നിട്ട് നമ്മുടെ നാട് പോലൊരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഒരു കാണാൻ വേണ്ടി. അത് അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് നമ്മൾ എന്താ പറയുക, നാടിനെ ഒത്തിരി മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇന്ന് ചുമ്മാ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കൂടെ പെട്ടെന്ന് ഇതുപോലെ ഓഫും കിട്ടി. അപ്പോൾ ഒരാൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവൾ 6-7 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ട്രിനിഡാഡിൽ. അപ്പോൾ അവളെയും കൂട്ടുപിടിച്ച് അങ്ങ് നടക്കാനിറങ്ങി. നമ്മളൊരു അന്യ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്സിനെ, നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും നമുക്കൊന്ന് വർത്തമാനം പറയാനൊക്കെ നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ എനിക്കും കിട്ടി 3-4 പേരെ. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കണ്ടോണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്നാ? ഇതിങ്ങനെയാണ് കൂടെ ഉള്ളവർ 100 സ്റ്റെപ്പ് കാണാനാണ്, പക്ഷേ 150 സ്റ്റെപ്സ് ഉണ്ടെന്ന്. ഇവിടെ കിടന്ന് അടി കൂടുവാണ്. ഞാൻ അവിടെ ചെന്നിട്ട് കൺഫേം ആക്കാം എത്ര സ്റ്റെപ്സ് ഉണ്ടെന്നേ. ജോയിങ് പോകുന്ന സ്ഥല അങ്ങനെ കുറേ നടന്ന് നമ്മളൊരു മലയുടെ മുകളിൽ എത്തിയ പോലത്തെ ഒരു വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം കുറേ വീടുകളും പച്ചപ്പുകളും അതിൻ്റെ ഇടയ്ക്ക് വലിയ കടലൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം 100 സ്റ്റെപ്സിൻ്റെ അവിടെ എത്തി. എന്നാൽ പിന്നെ ഇവർ പറഞ്ഞതുപോലെ എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ചു. ഒരാൾ പറഞ്ഞു 150, ഒരാൾ പറഞ്ഞു 100 ഉള്ളെന്ന്. അപ്പോൾ ഞാനും അക്കയും കൂടെ ഒന്ന് എണ്ണി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങുന്ന അത്ര സുഖമില്ലായിരുന്നു കയറി വരുന്നത്. പോയി നടന്ന് എണ്ണീട്ട് വന്നു 126, more than 100.
റീമയുടെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അതിന്റെ സൈഡിൽ ചെറിയൊരു ഹോസ്പിറ്റലാണ് നമ്മൾ കാണാൻ പോലും ഇല്ലാത്തൊരു. അങ്ങനെ കുറേ നടന്ന് നമ്മൾ വീണ്ടും 100 സ്റ്റെപ്സിൻ്റെ കയറി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു വീടിന് മുന്നിൽ കണ്ട കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് പല വീട്ടിലും കാണാൻ സാധിക്കും. ഇതുപോലെ കിളികൾക്ക് വേണ്ടിയുള്ള വെള്ളവും ഫുഡുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അതിൻ്റെ അകത്തൊരു കിളി വന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നൊരു വീടാണെന്ന് തോന്നിക്കുമോ? നമ്മൾ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വീടാണ്. ഫുള്ള് വള്ളിച്ചെടികളായിരുന്നു. വീടിന് താഴെ മുകളിലായിട്ട് 2 നിലയിലാണ് ഈ വീടുള്ളത്. ആ വീടിനോട് ചേർന്ന് തന്നെ കുറേ വാഴയും കോവയ്ക്കയും, ഇവിടെയുള്ളൊരു കോവയ്ക്ക എന്ത് ചെയ്യുന്നു അതുപോലെ സലാഡായിട്ട് കഴിക്കുമായിരിക്കും. പിന്നെ അതേ വാഴ കായ്ച്ച് നിൽക്കുന്നു. അങ്ങ് ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റും. അവോക്കാഡോ നിൽക്കുന്നു. വാഴ, തെങ്ങ്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ തോന്നും. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ലാസ്റ്റ് നമ്മൾ ലിജിയുടെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ അവർ കണ്ണിമാങ്ങ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്തു. ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ വീടുകളിലോട്ട് പോന്നു. അപ്പോൾ ഇതുപോലെ ഫ്രീ ടൈം എല്ലാം കിട്ടുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക.